രോഗികളായി കഴിയുന്ന ആളുകൾക്ക് അള്ളാഹു പൂർണ്ണമായ ആഫിയത്തും ശിഫയും കൊടുക്കട്ടെ. നമ്മുടെ കൂട്ടുകാരൻ അഷ്റഫ് സാഹിബ് ചെറിയ അസുഖമായിട്ട് എറണാകുളത്താണുള്ളത്. അള്ളാഹു അദ്ദേഹത്തിൻ്റെ ആരോഗ്യം ആഫിയത്ത് അള്ളാഹു തിരിച്ചു കൊടുക്കട്ടെ. പൂർണ്ണമായ ശിഫ കൊടുത്ത് അള്ളാഹു തിരിച്ചു കൊടുക്കട്ടെ. നമ്മുടെ കൂട്ടുകാരൻ്റെ ഭാര്യൻ്റെ ഓപ്പറേഷൻ എന്ന് നിൽക്കുന്ന അള്ളാഹു എത്രയും പെട്ടെന്ന് ആ പൂർണ്ണമായ നിലയിലുള്ള ശിഫ ആഫിയത്തും അള്ളാഹു കൊടുക്കുമാണ്. നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ മരിച്ചുപോയ ആളുകൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കുകയും അവരുടെ ഖബറുകളെ അല്ലാഹു സ്വർഗ്ഗത്തിൻ്റെ പൂന്തോപ്പാക്കി പ്രതീക്ഷിക്കുമാറാകട്ടെ. മോമിനീങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ കൂടി അല്ലാഹുവിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കൽപ്പനയാണ്. സൂറത്തുൽ ഹജ്ജിൽ അല്ലാഹു ഹജ്ജിൻ്റെ കാര്യങ്ങളെക്കുറിച്ച്, ആ ഹജ്ജിനെ അറക്കപ്പെടുന്ന മൃഗങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കുന്ന സ്ഥലത്ത് വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ അല്ലാഹു നമ്മളോട് വെടിയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് വജിത്തനിബു അരിജിസ, മ്ലേച്ഛമായതിനെ നിങ്ങൾ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് വേണ്ടി അല്ലാതെ അറക്കപ്പെടുന്ന മൃഗങ്ങൾ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതൊക്കെ നിങ്ങൾ ജീവിതത്തിൽ ഉപേക്ഷിക്കുക. രണ്ടാമത്തത് വജിത്തനിബു, നിങ്ങൾ വർജിക്കണം അരിജിസമിനുള്ള അവസാൻ, വിഗ്രഹങ്ങളാൽ ഉള്ള റിജിസുകളെ, എല്ലാ കാര്യങ്ങളും ഉൾപ്പെട്ട് മോശമായ വിഗ്രഹാരാധനകൾ, അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. രണ്ടാമത്തെ അതിനോടുകൂടി ചേർത്ത് പറഞ്ഞ കാര്യം വജ്തനിബു ഖൗല സൂർ. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തിൽ അല്ലാഹു മറ്റു വിഷയങ്ങളൊക്കെ പറയുന്ന കൂട്ടത്തിൽ അവസാനമായിട്ട് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ട ഒരു കാര്യമായതുകൊണ്ടാണ് അത് അല്ലാഹു എടുത്തു പറഞ്ഞത്. മറ്റൊരു വിഷയം സംസാരിക്കുന്ന സമയത്ത് തന്നെ വേറൊരു വിഷയം സംസാരിക്കുന്നത് അത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ രണ്ടാമത്തെ കാര്യം പറഞ്ഞിരിക്കുന്നത് വജ്തനിബു ഖൗല സൂർ, നിങ്ങൾ കളവായ വാക്കുകൾ എന്ന് പറഞ്ഞാൽ കള്ളസാക്ഷ്യം നിൽക്കുന്നതിനെ വളരെയധികം സൂക്ഷിക്കണം. എന്ത് കാര്യത്തിലും, ഏത് വിഷയത്തിലും, കോടതിയിലായാലും പുറത്തായാലും, സംസാരത്തിനിടയിലായാലും, സാധാരണ കുടുംബക്കാരുടെ ഇടയിലായാലും, കച്ചവടത്തിൻ്റെ ഇടയിലായാലും, ഏത് സന്ദർഭത്തിലും സത്യമല്ലാത്തൊരു കാര്യം പറഞ്ഞ് നമ്മളൊരാളെ വിശ്വസിപ്പിക്കാൻ വേണ്ടി ബാധിക്കും. അത് വൻപാപത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ പറയുന്നത്. വൻപാപം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഉനബ്ബിയുക്കും, ഞാൻ നിങ്ങളെ അറിയിച്ചു തരട്ടെയോ, ബി അക്ബറിൽ കബായിർ, വൻപാപങ്ങളെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെ. കുൽന ബല യാ റസൂലല്ലാഹ്, എന്താണ് വൻപാപങ്ങൾ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഇശ്റാഖു ബില്ലാഹ്, ഒന്ന് അള്ളാഹുവിനെ പങ്കു ചേർക്കലാണ്, അത് വൻപാപത്തിൽപ്പെട്ടതാണ്. രണ്ടാമത്തത് ഉഖൂഖുൽ വാലിദൈനി, മാതാപിതാക്കളോട് മോശമായി പെരുമാറലാണ്, അവരുടെ ഹക്കുകളെ പൂർത്തീകരിക്കാതിരിക്കലാണ്, ഇത് വൻപാപത്തിൽപ്പെട്ടതാണ്. ഇത് രണ്ട് കാര്യം പറഞ്ഞിട്ടതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചാരിയിരിക്കുകയും, നബി ഈ ഹദീസ് വൻപാപത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചാരിയിരുന്ന കൊണ്ടാണ് ആദ്യത്തെ രണ്ട് കാര്യങ്ങൾ പറഞ്ഞത്. എന്നിട്ട് മൂന്നാമത്തെ കാര്യം പറഞ്ഞു കൊടുക്കാൻ വേണ്ടി നിബിധങ്ങൾ ആ ചാരിയിരുന്നിടത്തുനിന്ന് എഴുന്നേറ്റു, എന്നിട്ട് ശരിക്കും ഇരുന്നു. ചാരിയിരിക്കുന്നിടത്ത് നേരെ വന്നിരുന്നു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു, അലാ വഖൗല സൂർ വശഹാദത്തു സൂർ, കള്ളവാക്കുകളും കള്ളസാക്ഷ്യത്തെയും നിങ്ങൾ സൂക്ഷിക്കുക. ഇതിങ്ങനെ നിബിധങ്ങൾ പറഞ്ഞുകൊണ്ടേയിരുന്നു. ആദ്യത്തെ ഒരു പ്രാവശ്യമാണ് പറഞ്ഞത്. ഈ മൂന്നാമത് പറഞ്ഞ വൻപാപത്തിൽപ്പെട്ടതാണെന്ന് പറഞ്ഞ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ചുകൊണ്ടിരുന്നു. അലാ വഖൗലു സൂർ, അലാ വഖൗലു സൂർ ഷഹാദ, അതായത് നിങ്ങൾ കള്ളസാക്ഷ്യവും കള്ളവാക്കുകളും പറയുന്നത് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. എന്നിട്ട് ഈ ഹദീസ് അബ്ദുറഹ്മാൻ അബീ ബക്കർ റളിയല്ലാഹു അൻഹു ആണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന സഹാബി പറയണം, എത്രത്തോളം ഫമാസാല യഖൂലുഹാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യം പറഞ്ഞുകൊണ്ടേയിരുന്നു. എത്രത്തോളം പറഞ്ഞുകൊണ്ടേയിരുന്നു? ഹത്താ, ഞങ്ങൾ വിചാരിച്ചു നബിങ്ങൾ ലാ യസ്കുതു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇനി മിണ്ടാതിരിക്കൂല, ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കുമെന്ന് ഞങ്ങൾ ഭയപ്പെട്ടു. ഞങ്ങളിത് പറഞ്ഞുകൊണ്ടേയിരിക്കുമെന്നുള്ള ഭയപ്പെടുന്ന രീതിയിൽ കൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ കാര്യത്തെ വളരെ വ്യക്തമായി ഓർമ്മിപ്പിച്ചു. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഒന്ന് ഈ ആയത്തിന്റെയും ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഈ കാലഘട്ടത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ട ഒരു കാര്യം, വളരെ പ്രാധാന്യത്തോട് സൂക്ഷിക്കേണ്ട കാര്യമാണ്. എവിടെ അതൊരു സാധാരണ കാര്യമായാലും പോലും, ചെറിയ കാര്യമായാലും എത്ര വലിയ കാര്യമായാലും, ഒരിക്കലും സത്യത്തിനെതിരാകുന്ന ഒരു കാര്യത്തിൽ നമ്മൾ ഒരിക്കലും സാക്ഷികളായിരുന്നു. നമ്മൾ സാക്ഷികളാകേണ്ടത് സത്യത്തിനും നീതിക്കും മാത്രമേ സാക്ഷികളാകേണ്ടത്. സത്യമല്ലാത്തൊരു കാര്യത്തിന് എന്തെങ്കിലും ഒരു വിഷയം അവിടെ
നമുക്ക് ലാഭകരമുണ്ടാവുന്ന ഓർത്തിട്ട് അങ്ങനെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ പ്രാധാന്യത്തോട് മറ്റൊരു ഹദീസിൽ കൂടി പറയുന്നത് ഇന്നമാന ബശറുക്കും, ഞാൻ നിങ്ങളെപ്പോലുള്ള ഒരു മനുഷ്യനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളോട്, ഞാൻ നിങ്ങളെപ്പോലുള്ള ഒരു മനുഷ്യൻ തന്നെയാണ്. വൈന്നക്കും തഖ്തസിമൂനി, നിങ്ങൾ ഓരോരുത്തരും എൻ്റെ അടുത്ത് ഓരോ കാര്യങ്ങൾ വാദിച്ചുകൊണ്ട് വരും. നിങ്ങൾ ഓരോ കാര്യങ്ങൾ നിങ്ങൾ അതിൻ്റെ ഫത്വ അറിയാൻ വേണ്ടി, അല്ലെങ്കിൽ നിങ്ങൾ അതിൻ്റെ പരസ്പരം രണ്ടുപേര് തർക്കിക്കുന്നതിൻ്റെ ഇടയിലുള്ള അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ അറിയാൻ വേണ്ടി നിങ്ങൾ തർക്കിച്ചുകൊണ്ട് നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരും. അങ്ങനെ നിങ്ങൾ ഇത് കാര്യങ്ങളൊക്കെ തർക്കിച്ച് എൻ്റെ അടുത്ത് വരുന്ന സമയത്ത് വലഅല്ല ബഅദുകും അൻ യകൂനു അൽഹന ബിഹുജ്ജതിഹി, നിങ്ങൾ ഈ രണ്ടുപേര് വരുമ്പോൾ അതിൽ ചില ആളുകൾ സംസാരിച്ചിട്ട് കാര്യങ്ങളൊക്കെ വാദിച്ചിട്ട് സെറ്റാക്കാൻ കഴിവുള്ള ഒരാളായിരിക്കും. നിങ്ങൾക്ക് പറയാം, കാരണം വ്യക്തമായിട്ടാണ് പറയുന്നത്. ഒരു കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ട് പറയാൻ സാധിക്കുന്ന രീതിയിൽ ചില ആളുകൾ സംസാരിക്കും. അങ്ങനെ ഞാൻ ആ സംസാരം കേൾക്കും, ഞങ്ങൾ രണ്ടുപേരുടെ സംസാരം കേൾക്കുമല്ലോ, ഇങ്ങനെ ഞാൻ രണ്ടുപേരുടെ സംസാരം കേൾക്കും. അങ്ങനെ ബിംബാലി മറ്റു ചിലരേക്കാൾ ചിലര് കൂടുതൽ തെളിവുകൾ നിരത്തിക്കൊണ്ടും ന്യായങ്ങൾ വാദിച്ചിട്ടും സമർത്ഥിക്കാൻ കഴിവുള്ളവരായിരിക്കും. അവരങ്ങനെ എൻ്റെ അടുത്ത് സമർത്ഥിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ വാദങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞാൻ എന്താണോ കേൾക്കുന്നത് ആ കേൾക്കുന്നതിനനുസരിച്ച് ഞാൻ വിധി പറയുകയും ചെയ്യും. നമ്മളിപ്പോ ഒരു തെളിവ് കാണിക്കുമ്പോൾ ഒരു തെളിവ് പറയുമ്പോൾ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതനുസരിച്ചിട്ടുള്ള നമുക്ക് തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാനും മനുഷ്യനാണെങ്കിൽ അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ഞാനും വിചാരിക്കും ഇതാണ് ന്യായമെന്ന് വിചാരിക്കും. എന്നിട്ട് ഞാനും ചെയ്യും അതനുസരിച്ച് തീരുമാനം പറയും. അങ്ങനെ ഫമൻ തലൈതുലഹു ബിഹഖി അഖീഹി ശൈഅൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെ ഞാൻ വിധിക്കുന്ന വിധികളിൽ നിങ്ങൾ എന്തെങ്കിലും സമർത്ഥിച്ചുകൊണ്ടാണത് എന്നെ കൊണ്ട് വിധിപ്പിച്ചതെങ്കിൽ, ഞാൻ അതുകൊണ്ടാണ് വിധിച്ചിട്ട് നിങ്ങൾക്കറിയാം അത് മറ്റുള്ളവന്റെ ഹക്കുകൂടി ഇതിലുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചു കൊള്ളുക, ഞാൻ നിങ്ങൾക്ക് വിധിച്ചു തന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നരകത്തിന്റെ ഒരു ഭാഗമാണ്. ഞാനാണല്ലോ അത് വിധിച്ചത് എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ അത് ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങൾ അതിലെന്തെങ്കിലും അസത്യം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് അതിലെന്തെങ്കിലും അനീതി തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു കാരണവശാലും അത് എടുക്കാതിരിക്കലാണ് നിങ്ങൾക്ക് നല്ല. കാരണം അത് ഞാൻ വിധിച്ചാൽ പോലും അത് നരകത്തിന്റെ ഭാഗമാണ് ഞാൻ നിങ്ങൾ വിധിച്ചാൽ. അപ്പൊ എന്താണ് ഈ ഹദീസിന്റെ ഗൗരവം എന്ന് ആലോചിക്കാൻ? ഈ ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാനാണ് വിധിക്കുന്നത്, ഞാൻ നിങ്ങളുടെ വാദങ്ങൾക്ക് അനുസരിച്ചിട്ടാണ് വിധിക്കുന്നത്. നമുക്കറിയാം ഇന്ന് എല്ലാ കാര്യങ്ങൾക്കും വാദങ്ങളും തെളിവുകളും എല്ലാം താൽക്കാലികമായിട്ട് ഉണ്ടാക്കുന്നതാണ്. അതിനായിട്ട് അപ്പൊ എത്രയോ മുസ്ലിമീങ്ങൾ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. എത്രയോ മുസ്ലിമീങ്ങളായ ആളുകൾ തന്നെ അവരെന്തെങ്കിലും ഒരു കേസുമായിട്ട് ഒരാൾക്ക് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവരോട് പറയും, വക്കീൽ പറയും, ഇത് പറഞ്ഞു എന്നാ പറയാം. അങ്ങനെയുള്ള പറയാൻ പറഞ്ഞു. അപ്പൊ അള്ളാന്റെ സഹായം ഉണ്ടാവില്ല. ഇത് വളരെ ഗൗരവമായ വിഷയമാണ്, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പൊ അള്ളാന്റെ സഹായം ഉണ്ടാവില്ല. ഉള്ളത് പറഞ്ഞിട്ട് എന്താണോ സംഭവിക്കുന്നത് അതിനാണ് അള്ളാന്റെ ഖൈർ ഉണ്ടാകും, അതിനാണ് അള്ളാന്റെ തീരുമാനം വരുന്നത്. അതുകൊണ്ട് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വശഹാദത്തു സൂർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, പുതിയ തിലഹുബി ഹഖി അഖി ഫൈനമാഹിയ കിതാബു മിനന്നാർ, അത് ഫൽയഖുദുഹാ ഔ യദറുഹാ, നിങ്ങളത് സ്വീകരിക്കുന്നത് സ്വീകരിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി പറഞ്ഞു ചെയ്യാൻ പറ്റില്ല. റസൂലുള്ളാഹി നിസ്സായനായിക്കൊണ്ട് പറയാം, ഫൽയഖുദു, നിങ്ങളത് സ്വീകരിച്ചാലും സ്വീകരിച്ചിട്ടില്ലെങ്കിലും നിങ്ങൾ എപ്പോഴും ചിന്തിക്കുക, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ സമർപ്പിച്ചു കൊണ്ടുവിടുന്ന് നേടിപ്പോവാന്ന് വിചാരിച്ചാൽ അത് വലിയ അപകടമുണ്ടാക്കും. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ വ്യക്തമായ ഒരു മുന്നറിയിപ്പാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ബഅദുക്കും, എനിക്ക് ശേഷം വരുന്ന ഒരു കൗമുണ്ട്, 3 വിഭാഗം ആളുകൾ. അവരെങ്ങനെയുള്ള ആളുകളായിരിക്കും? അവർ യഖൂനൂന, അവർ പല രീതിയിലും വഞ്ചനകൾ നടത്തുന്ന ആളുകളായിരിക്കും. വലാ യഖ്തബിനൂൻ, ഒരു വിഷയത്തിലും അവർ വിശ്വസിക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു വിഭാഗം ആളുകൾ എനിക്ക് ശേഷം വരും. എനിക്ക് ശേഷം വിശ്വസിക്കാൻ പറ്റാത്ത സാക്ഷികൾ ഉണ്ടാകുന്ന ഒരു കാലഘട്ടം, അത് ഞങ്ങളുടെ മുന്നറിയിപ്പാണ്. വിശ്വസിക്കാൻ പറ്റാത്ത സാക്ഷികൾ ഉണ്ടാകുന്ന ഒരു കാലഘട്ടം വരും. വയഷ്ഹദു, പറയാണ്, അവർ സാക്ഷി നിൽക്കേണ്ട സ്ഥലത്താണ് പല വ്യത്യസ്തമുള്ള, പക്ഷെ സാക്ഷി നിൽക്കൂല. സത്യത്തിന് മുമ്പിൽ അവർ സാക്ഷി നിൽക്കില്ല, അസത്യത്തിന് മാത്രം സാക്ഷി നിൽക്കുന്ന ആളുകൾ, അങ്ങനെ ഒരു കാലഘട്ടം വരും. വയന്തൂൻ, അവരെല്ലാം നേർച്ചകൾ കൊടുക്കും. എന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാൻ അവർ വാഗ്ദാനങ്ങൾ കൊടുക്കും. പക്ഷെ യൂക്കിനോൻ, ആ വാഗ്ദാനങ്ങളൊന്നും അവർ പൂർത്തീകരിക്കില്ല. അങ്ങനത്തെ ഒരു കാലഘട്ടം, അങ്ങനത്തെ 3 വിഭാഗം ജനങ്ങൾ എനിക്ക് ശേഷം വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ നമ്മളെന്ത് ചെയ്യണം? നമ്മളിത് ഉൾപ്പെടാതിരിക്കാൻ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് നമ്മൾ തീരുമാനിക്കണം. നമ്മളതിൽ ഉൾപ്പെട്ടു പോയി കഴിഞ്ഞാലും അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ രീതിയിലുള്ള ആ ഒരു വൻപാപത്തിലേക്ക്, തെറ്റുകളിലേക്ക് നമ്മൾ ചെയ്യുന്നവരാണ്, അറിയാണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇത് ചെറിയ നിസ്സാരമായ കാര്യമല്ല, ഇത് നിസ്സാരമായ കാര്യമല്ല. എത്രത്തോളം ചെറിയ കാര്യങ്ങളിൽ പോലും നമ്മളത് സൂക്ഷ്മത പാലിച്ചിട്ടുണ്ടെങ്കിൽ വലിയ അപകടങ്ങൾ ഉണ്ടാകുന്ന ഒരു തെറ്റാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് സംസാരിക്കുന്നു, എവിടെ സാക്ഷി നിൽക്കുന്നു, എവിടെ മധ്യസ്ഥ പറയാൻ പോകുന്നു, എവിടെ തന്നെ സംസാരിക്കുന്നു, അവിടെ എല്ലാം നമ്മൾ ഈ കാര്യം വളരെ വ്യക്തമായിട്ട് സൂക്ഷിക്കാൻ ചെയ്യും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
അതുകൊണ്ടാണ് നിങ്ങൾ എൻ്റെ അടുത്ത് വരുമ്പോഴും നിങ്ങൾ സംസാരിക്കുമ്പോഴും ശ്രദ്ധയോടുകൂടി സംസാരിക്കണം എന്നൊക്കെ നബി പല സന്ദർഭങ്ങളിലായിട്ട് സഹാബാക്കൾ ഉണർത്തുകയുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ ശരീഫിൽ കൂടി മറ്റൊരു ആയത്തിൽ കൂടി പഠിപ്പിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു വിഷയം. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, കൂനൂ ഖവ്വാമീന ബിൽ ഖിസ്ത്, നിങ്ങൾ എവിടെയും ഇങ്ങനത്തെ വാദങ്ങളൊക്കെ ഉന്നയിക്കുന്ന സമയത്ത് വളരെ നേരായ നീതിയോടുകൂടിയുള്ള കാര്യങ്ങളായിരിക്കണം നിങ്ങൾ തീരുമാനിക്കേണ്ടത്. അള്ളാഹുവിന് വേണ്ടിയാണ് നിങ്ങൾ സാക്ഷി നിൽക്കേണ്ടത്. എന്നാൽ സത്യത്തിന് വേണ്ടി സാക്ഷി നിൽക്കലാണ് അള്ളാഹു വേണ്ടി സാക്ഷി നിൽക്കുന്നത്. എന്താണോ ഒരു കാര്യം ആ സത്യത്തിന് വേണ്ടി സാക്ഷി നിൽക്കുമ്പോഴാണ് അള്ളാഹു വേണ്ടി സാക്ഷി നിൽക്കലാണ്. അതുകൊണ്ട് അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഷുഹദാ അന്നില്ല വലൗ അലാ അൻഫുസിക്കും, വലൗ 3 കാര്യങ്ങളാണ് അള്ളാഹു പറഞ്ഞ ആയത്തിൽ. വലൗ അലാ അൻഫുസിക്കും, ഒന്ന് നമ്മുടെ സ്വന്തം കാര്യം വരുമ്പോൾ, നമ്മുടെ സ്വന്തം കാര്യം വരുമ്പോൾ. രണ്ടാമത്തത് അവിൽ വാലിദൈനി, അല്ലെങ്കിൽ നമ്മളുടെ മാതാപിതാക്കളുടെ വിഷയങ്ങൾ വരുമ്പോൾ. വൽ അഖർബീന, അല്ലെങ്കിൽ നമ്മുടെ കുടുംബക്കാരുടെ വിഷയങ്ങൾ വരുമ്പോൾ. നമ്മുടെ സ്വന്തം കാര്യം, നമ്മുടെ കുടുംബക്കാരുടെ കാര്യം, നമ്മുടെ മാതാപിതാക്കളുടെ കാര്യം, നമ്മൾ ഈ സ്വന്തം കാര്യങ്ങളാണല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ ആ വിഷയത്തിൽ അനീതി കാണിക്കരുത്. നിങ്ങൾ സ്വന്തം കാര്യമാവട്ടെ, മാതാപിതാക്കളുടെ കാര്യമാവട്ടെ, അല്ലെങ്കിൽ കുടുംബക്കാരുടെ കാര്യമാകട്ടെ, ഇതെല്ലാമാണ്. എത്രത്തോളം ഈ യകുൻ ഗനിയൻ ഔ ഫഖീറൻ, ഇനി ഒരു സമ്പന്നനാകട്ടെ, ആ സമ്പന്നന് വേണ്ടി നമ്മൾ പറയാൻ പാടില്ല. ഔ ഫഖീർ, നിങ്ങൾ ഒരു ഫഖീർ ആകട്ടെ, ഫഖീർ, സമ്പന്നൻ, അല്ലെങ്കിൽ മാതാപിതാക്കൾ, കുടുംബങ്ങൾ, അല്ലെങ്കിൽ സ്വന്തം കാര്യം, അല്ലെങ്കിൽ ബന്ധങ്ങൾ, ഇതിനു വേണ്ടി ഒന്നും നിങ്ങൾ കള്ളസാക്ഷ്യം വെക്കരുത്. ഇതൊന്നും നിങ്ങൾ കള്ളസാക്ഷ്യം പറയുകയും ചെയ്യും. ഇത് നമ്മളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിരോധിച്ച കാര്യമാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങൾ ഇങ്ങനെ ഈ രീതിയിൽ കൂടി പരിശുദ്ധ ഖുർആൻ അല്ലാഹു പറഞ്ഞനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കണം. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുശേഷം പറയുകയും ചെയ്യുന്നുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ഇതെല്ലാം അറിയുന്നത്. ഔലാ ബിഹിമ എന്ന് പറഞ്ഞാൽ അത് ഫക്കീർ ആണെങ്കിലും അല്ലെങ്കിൽ സമ്പന്നനാണെങ്കിലും അവരുടെ സത്യാവസ്ഥയും അവസ്ഥകളൊക്കെ അറിയുന്നവൻ അല്ലാഹു മാത്രമാണ്. അത് അല്ലാഹുവിന്റെ ഇടക്ക് പറയണം. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫലാ തത്തബിഉൽ ഹവാ, ഇവിടുന്ന് സ്വന്തം ഇച്ഛകളെ ആരും പിൻപറ്റരുത്. നീതിപരമായ ഒരു കാര്യം നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള വിഷയത്തിൽ നിങ്ങൾ നിങ്ങളുടെ താല്പര്യങ്ങൾ, നിങ്ങളുടെ കുടുംബ ബന്ധങ്ങൾ, നിങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഒന്നും നിങ്ങൾ ഇടപെടുത്തരുത്. അവിടെയൊക്കെ സത്യങ്ങൾക്ക് മാത്രം നിങ്ങൾ അനുകൂലമായിട്ട് നിൽക്കണം. അതാണ് ഏറ്റവും നിങ്ങൾക്ക്. വഇൻ തൽവു, അല്ലാഹു സുബ്ഹാനഹു വ തആല 2 വാക്കുകൾ പറയുന്നുണ്ട്. വഇൻ തൽവു ഔ തുഅരിദു, 2 കാര്യങ്ങളാണ്. ഒന്ന്, നിങ്ങൾ അതിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും എന്നാണ് അതിന്റെ അർത്ഥം. വഇൻ തൽവു ഔ തുഅരിദു എന്ന് പറഞ്ഞാൽ അതെല്ലാം നിങ്ങൾ മാറ്റിമറിക്കാനുള്ള പരിശ്രമമാണെങ്കിൽ, നിങ്ങൾ അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും, അത് ചെറുക്കൻ ഇങ്ങനെ ആക്കി അങ്ങനെ നിൽക്കുമല്ലോ, ഇങ്ങനെ ആക്കി അങ്ങനെ നിൽക്കുമല്ലോ, അതിങ്ങനെ വെച്ചു കൊടുക്കാൻ, ഇതൊക്കെ ഞാനും നിങ്ങളൊക്കെ ചെയ്തു പോകുന്ന കാര്യമാണ്. ഇതൊന്ന് സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ എന്റെ നഫ്സിനും നമ്മൾ ഓരോരുത്തരും നിർത്തുകയാണ്. നമ്മളത് അങ്ങോട്ട് വെക്കും, ഇങ്ങോട്ട് വെക്കും, അത് അങ്ങനെ ചെയ്താൽ മതി, ഇങ്ങനെ ചെയ്താൽ മതി, ഇപ്പൊ അങ്ങനെയല്ലേ നടക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിക്കുന്നുണ്ടെങ്കിൽ, അപ്പൊ തിരിക്കുമ്പോൾ ചിലപ്പം ദുനിയാവിലുണ്ടാക്കി ചിലപ്പോൾ അത് മനസ്സിലായിട്ടില്ല. അപ്പൊ നമ്മൾ ആരുടെ മുമ്പിലാണോ, ഏത് തെളിവുകളാണോ കള്ളത്തെളിവുകൾ ഹാജരാക്കുന്നത്, ആ കള്ളത്തെളിവുകൾ ഹാജരാക്കുന്ന സമയത്ത് അവർക്ക് ചിലപ്പോൾ അത് മനസ്സിലായിട്ടില്ല വരില്ല. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, നിങ്ങൾ ഈ മാറ്റത്തിരുത്തലുകളൊക്കെ വരുത്തുമ്പോൾ തീർച്ചയായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല കാന ബിമാ തഅമലൂന ഖബീറ, കാന ബിമാ തഅമലൂന ഖബീറ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ ഈ വിഷയത്തിലുള്ള എല്ലാ സത്യങ്ങളെയും അല്ലാഹു വളരെ വ്യക്തമായി, വളരെ സൂക്ഷ്മമായിട്ട് അല്ലാഹു അറിയുന്നവനാണ്. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിനൊക്കെ മാറ്റി മറിച്ചു വിചാരിച്ചിട്ടൊന്നും നാളെ ആഖിറത്തിൽ രക്ഷപ്പെടാൻ ചാൻസ് ഇല്ല. അതൊക്കെ വലിയ അപകടത്തിന് വഴി ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്. മറ്റൊരു ആയത്തിൽ അല്ലാഹു ഇതിനെ ഒന്നും കൂടി ആവർത്തിച്ച് പറയാണ്, നിങ്ങൾ ഒരിക്കലും മറച്ചു വെക്കുകയും ചെയ്യും. അതായത് ഒരു സാക്ഷി നിൽക്കേണ്ട ഒരു സ്ഥലത്ത് സാക്ഷി നിൽക്കേണ്ടി വന്നാൽ ഞാനില്ല എന്നൊക്കെ നമ്മൾ ഒഴിവാക്കുകയും ചെയ്യും. അവിടെ സത്യത്തിന് വേണ്ടി നമ്മൾ സാക്ഷി നിൽക്കുന്നവരാണ്. ഓമയ്യത്തുമോഹ, ഇതൊരു സത്യത്തിന് വേണ്ടി നിൽക്കേണ്ട സ്ഥലത്ത് നിൽക്കാതെ നമ്മളത് മറച്ചു വെച്ച് ഞാനതിനൊന്നും ഇല്ല എന്നിട്ട് മറച്ചു വെച്ചാൽ ആഫിമുൻ കൽബുഹു, അവന്റെ ഹൃദയത്തിലൊരു പാപത്തിന്റെ കറവൻ ഉണ്ടാക്കിയിരിക്കാൻ. അവൻ പാപം ചെയ്തവനാണ്, അവന്റെ ഹൃദയത്തിൽ പാപം ചെയ്തിരിക്കുക. കാരണം എന്താണ്? വല്ലാഹു ബിമാ തഅമലൂന അലീം. നിന്റെ ഹൃദയത്തിൽ ആ കാര്യത്തിൽ സത്യം എന്താണെന്ന് നിനക്ക് അറിയാമെന്നുള്ള കാര്യത്തെ അല്ലാഹുവിന് അറിയാം. നമ്മൾക്കത് അറിയാന്നുള്ളത് അല്ലാഹുവിന് അറിയാം. അതുകൊണ്ട് നമ്മളുടെ സംസാരങ്ങളിൽ നമ്മളുടെ സൂക്ഷ്മതമായ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ത് സംസാരിക്കുമ്പോഴും നീതിപരമായിട്ട്. അതുകൊണ്ടാണ് ധൃതിയിൽ ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു കാര്യം സംസാരിക്കുമ്പോൾ ധൃതിയിൽ സംസാരിക്കാതെ വളരെ സമാധാനത്തിലും വളരെ ലളിതമായിട്ട് സംസാരിച്ചുകൊണ്ട് നമ്മുടെ കാര്യങ്ങൾ സംസാരിച്ച് പരിഹരിക്കാൻ വേണ്ടി പരിശ്രമിക്കണം. അതിനുവേണ്ടി അവൾ ഉണ്ടാക്കണം. പിന്നെ ഇതിന്റെ ഇടയിൽ ഒരു വിഷയം വരുന്നത് വെച്ചാൽ ഒരു ബന്ധങ്ങളെ തമ്മിൽ യോജിപ്പിക്കാൻ വേണ്ടി മാത്രം ഇത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് ഒഴിവാണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിച്ച, ഇസ്ലാം അനുവദിച്ച വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ 2 പേര് യോജിക്കണം എന്ന് ആഗ്രഹിച്ചു അവിടെ മാത്രം ഇതിനെ വിഷയം. 2 ആൾ യോജിക്കണം. ആ യോജിക്കുന്നതിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഒരു കളവ് പറയേണ്ടി വന്നാൽ
കളവ് പറയലും ആ കളവുമായിട്ട് അവരുടെ ഹൃദയം തമ്മിൽ യോജിക്കുമെന്നുണ്ടെങ്കിൽ അതിനെ യോജിപ്പിക്കാൻ വേണ്ടി സുൽഹിന് വേണ്ടിയിട്ടെന്നാ പറയാം ആ കാര്യം. അതൊന്നും ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി പറയാനല്ല. ചില കാര്യങ്ങൾ അതിനെ ആ രീതിയിൽ കൂടി പറഞ്ഞാൽ അവരുടെ ഹൃദയങ്ങൾ യോജിക്കാൻ ചാൻസ് ഉണ്ടെങ്കിൽ അതിന് മാത്രം ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട്. ബാക്കി ഒരു കാര്യത്തിന് സംസാരത്തിൽ നമ്മൾ മറ്റുള്ളവർക്ക് അനീതിപരമായി സംസാരിക്കുന്ന അവസ്ഥകൾ ഉണ്ടാവരുത്. അത് സത്യത്തിന് സാക്ഷി നിൽക്കലാണ്, അത് വൻപാപത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ആരാണോ ഈ ഷഹാദത്തുകളെ സാക്ഷി നിൽക്കേണ്ട സ്ഥലത്ത് സാക്ഷി നിൽക്കാതെ മറച്ചു വെക്കുന്നവൻ ആരാണോ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹു മുന്നറിയിപ്പ് നൽകുകയാണ്. അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും കതമ ഷഹാദത്തിൽ, ആരെങ്കിലും ഒരാൾ ഇങ്ങനത്തെ ഷഹാദത്തുകളെ ഇങ്ങനത്തെ സാക്ഷി നിൽക്കേണ്ട സ്ഥലത്ത് സാക്ഷി നിൽക്കാതെ മറച്ചു വെക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അശ്രദ്ധനല്ല. അള്ളാഹു ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്, അള്ളാഹു ഇത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഏറ്റവും സൂക്ഷ്മതയുള്ള, ഏറ്റവും ആവശ്യമായ, വളരെ പ്രാധാന്യം അർഹിക്കുന്ന, ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു ഗുണത്തിൽപ്പെട്ടതാണ് നമ്മുടെ സംസാരങ്ങൾ. നമ്മുടെ സംസാരവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇതിന് പല വിഷയങ്ങളും വരും, നമ്മളുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളും വരും. ഏത് വിഷയം വന്നാലും ഇന്ന വിഷയം എന്ന് മാത്രമില്ല. നമുക്കിത് ഇപ്പം നമ്മളുടെ ഒരു അയൽവാസികൾ തമ്മിൽ ഒരു സ്ഥലത്തിന്റെ വിഷയത്തിൽ തർക്കമായി, അല്ലെങ്കിൽ നമ്മുടെ ഒരു കച്ചവടത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ പാർട്ട്ണർഷിപ്പായിട്ട് അതിനുമായി ബന്ധപ്പെട്ട വിഷയമായി. ഇതിലൊക്കെ എത്രത്തോളം ഒരായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കടത്തിന്റെ വിഷയവുമായിട്ട് സൂറത്തുൽ ബഖറയിൽ വലിയൊരു ആയത്ത് വിശദീകരിക്കുന്നുണ്ട്. വലിയൊരു ആയത്ത് നമ്മളത് എഴുതണം, എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് എഴുതിയിട്ട് വേണം നിങ്ങൾ കാര്യങ്ങൾ തീരുമാനിക്കാൻ എന്ന് പറയുന്നുണ്ട്. ആ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഇനി നിങ്ങൾ ഏതെങ്കിലും ഒരു യാത്രയിലോ അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു സന്ദർഭത്തിലോ നിങ്ങൾക്കത് എഴുതാൻ സാധിച്ചിട്ടില്ലെങ്കിൽ, എഴുതാൻ സാധിച്ചിട്ടില്ല, അങ്ങനെ എഴുതാൻ സാധിക്കാത്ത സന്ദർഭത്തിൽ പക്ഷെ എഴുതിയിട്ടില്ലെങ്കിലും സത്യം എന്താണെന്ന് നമുക്കറിയാം. നമ്മൾ രണ്ടുപേരും ഒരു കരാറിലായി, അതിന്റെ കൂടെ ഒരാൾ സാക്ഷിയായിട്ട് ഒരാൾ കൂടിയിട്ട്, അപ്പൊ നമ്മളൊരു കച്ചവട സംബന്ധമായ കാര്യങ്ങൾ സംസാരിച്ചതാണ്, അല്ലെങ്കിൽ ഒരാൾക്ക് ഒരു 10,000 രൂപ കടം കൊടുത്തതാണ്. ഈ കടം കൊടുക്കുന്നതും കടം വാങ്ങിക്കുന്നതും ഒക്കെ നിങ്ങൾ വ്യക്തമായിട്ട് രേഖകൾ ഉണ്ടാക്കിയിട്ട് ചെയ്യണമെന്ന് അല്ലാഹു ഖുർആനിലെ സൂറത്തുൽ ബഖറയിൽ വിശദീകരിക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് അങ്ങനെ എഴുതാനുള്ള ആളെ കിട്ടിയില്ലെങ്കിൽ, എത്രത്തോളം ഉലമാക്കൾ പറയുന്ന തഫ്സീറിൽ എഴുതാൻ അറിയുന്ന ആളുകൾ എന്ന് പറയുന്നത് അത് രജിസ്ട്രേഷൻ ചെയ്യുന്ന എഴുതാൻ അറിയുന്ന ആളെ കൊണ്ട് തന്നെ എഴുതിപ്പിക്കണം. അങ്ങനെ എഴുതിപ്പിച്ചുകൊണ്ട് നിങ്ങൾ കരാറിലാണ് ആവേണ്ടത്. പക്ഷെ അത് അല്ലാഹു ഫർദാക്കിയിട്ടില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ചില യാത്രയിൽ ചിലപ്പോൾ ഒരാൾ പൈസ കടന്നു, ചിലപ്പോൾ എഴുതാൻ ആളെ കിട്ടിയില്ലാന്ന് വരും, പെട്ടെന്ന് സാക്ഷിനെ കിട്ടിയില്ലാന്ന് വരും. ഇങ്ങനത്തെ സന്ദർഭങ്ങൾ വന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ ശരീഅത്തിൽ പറയാൻ ഇങ്ങനത്തെ സന്ദർഭങ്ങൾ നിങ്ങൾക്ക് വരും. അങ്ങനെ സന്ദർഭങ്ങൾ വന്നാൽ പോലും നിങ്ങൾക്ക് പരസ്പരം നിങ്ങൾ സംസാരിച്ചത് എല്ലാവർക്കും അറിയാലോ. ഉദാഹരണത്തിന് ഞങ്ങൾ രണ്ടുപേരും യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ യാത്രയുടെ ഇടയിൽ ഒരാൾ ചോദിച്ചു, ഞാനിപ്പം സാധനം എടുക്കാൻ വന്നാണ്, പൈസ തരുന്നില്ല, അതുകൊണ്ട് ഒരു 2 ലക്ഷം രൂപ തരണം. എഴുതാനുള്ള ആരും കിട്ടിയില്ല. പക്ഷെ ഈ 2 ലക്ഷം മേടിക്കുമ്പോൾ മൂന്നാമതൊരാളായിട്ട് ഞാനുണ്ടെന്ന് വിചാരിച്ചു. അപ്പൊ ഞാനത് കണ്ടിരുന്നു, ഞാൻ കൊടുക്കുന്നതും കണ്ടിരുന്നു. അല്ലാഹു നമ്മളെ കാക്കട്ടെ, നമ്മളതൊന്നും പറയാത്തവരാക്കട്ടെ. നാട്ടിലെത്തിച്ച് പറഞ്ഞ നിങ്ങളിപ്പോ എനിക്ക് പൈസ തന്നെന്ന് ചോദിച്ചാൽ മറ്റേ ആള് സ്വന്തം ആളായിരിക്കുക, നിങ്ങളങ്ങനെ പൈസ തന്നില്ലല്ലോ, അത് ഞാൻ അന്നേരം തന്നെ തിരിച്ചു എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അതിൽ നിന്ന് എങ്ങനെങ്കിലുമൊക്കെ ഒഴിവാക്കാൻ ശ്രമിക്കുകയും, മൂന്നാമതായിട്ടുള്ള ഒരാള് ഇത് ശരിക്കും കണ്ണുകൊണ്ട് കണ്ടതാണ്. അപ്പൊ തീർച്ചയായിട്ടും എഴുതിയിട്ടില്ല, അത് കരാറിലായിട്ടില്ല, ഇങ്ങനത്തെ വിഷയങ്ങൾ വരും. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞതാണ്. ഇതിലെല്ലാ വിഷയത്തിലും ഇങ്ങനെ തന്നെയാണ്. ഉദാഹരണത്തിന് പറയാണ്, ഒരാളോട് പറഞ്ഞ് നിങ്ങൾ സ്ഥലം എടുക്കുന്നു, ഞാൻ സ്ഥലം എടുക്കുന്നുണ്ട് എന്റെ പേരിൽ. ഇതൊക്കെ വിഷയം ഒരുപാടുകൾ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളാണ്. ഒരു സ്ഥലത്താണ് ഞാൻ ബേക്കറി സ്ഥലം എടുക്കുന്നത്, നിങ്ങളെ നിങ്ങൾക്ക് വഴിയേരോ? എന്തായിക്കോട്ടെ, നിങ്ങൾക്ക് ഞാൻ വഴിയേരാം, എഴുതി കൊടുക്കുന്നില്ല. വാക്കുകൊണ്ട് പറഞ്ഞു, വേറൊരാളത് കേട്ടിന്. അങ്ങനെ ഇതെല്ലാം ആയപ്പോ അതിന്റെ സ്ഥലത്ത് വില കൂടി എല്ലാം ആയപ്പോ അതിനകത്ത് 25 ലക്ഷം പെട്ടെന്ന് വഴിക്കൊണ്ട് എല്ലാം ഞാൻ തരൂല, അല്ലെ നിങ്ങളത് തരാന്ന് പറഞ്ഞാണല്ലോ. അപ്പൊ അതിന്റെ അടുത്തുള്ള ഒരാളുണ്ട്, ഇത് കേട്ട ഒരാളുണ്ട്. ഈ കേട്ട ഒരാള് ഞാനിതിനൊന്നും നിൽക്കൂല എന്ന് പറഞ്ഞിട്ട് മാറി നിൽക്കുക എന്ന് പറയുന്നത് തെറ്റാണ്. അവൻ നിർബന്ധമായിട്ടും പറയണം, നിങ്ങളൊന്ന് പറഞ്ഞതാണല്ലോ കൊടുക്കാം. എന്നിട്ട് അവൻ കേട്ടിട്ട് പോട്ടെ, കുഴപ്പമൊന്നുമില്ല. ഇതാണ് സാക്ഷ്യം നിൽക്കുന്നത് പറയുന്നത്. ഇത് റസൂൽ ഒരു ഹദീസ് പറഞ്ഞു. നമുക്കിത് ശരിക്കും ഞാൻ ഇനി ഹദീസായിട്ട് ഞാൻ തന്നെ അനുഭവപ്പെട്ടിരിക്കും. കാരണം ഇങ്ങനൊരു വിഷയം ഉണ്ടാവും. കാരണം ഞാനും ഒക്കെ ഇങ്ങനെ സാക്ഷി നിൽക്കാതെ ഒഴിവാക്കാൻ നോക്കുന്ന ഒരാളാണ് ഞാനൊക്കെ. അല്ലാഹു ഒരിക്കലും മാപ്പാക്കി തരട്ടെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട്. നബി പറഞ്ഞു, അലാ ഉഖ്ബിറുക്കും, ഞാൻ നിങ്ങൾക്ക് ഒരു വ്യക്തമായ കാര്യം അറിയിച്ചു തരട്ടെ. ബിഗൈരി ശുഹദാ, സത്യസാക്ഷ്യം നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല സാക്ഷി ആരാണെന്ന് നിങ്ങൾക്കറിയണം. അല്ലദീ യഅതി ബിശഹാദതി ഖബല അൻ യസ്അലഹ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസാണ്. നിങ്ങളോട് വന്ന് നിങ്ങൾ സാക്ഷി നിൽക്കുമോ, സത്യത്തിന് വേണ്ടി നിങ്ങൾ സാക്ഷി നിൽക്കുമോ എന്ന് ചോദിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആ സത്യം കണ്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ അത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഉറപ്പായ കാര്യമാണെങ്കിൽ
നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പേ ഞാൻ കണ്ടതാണല്ലോ, ഞാനതിന്റെ സാക്ഷിയാണല്ലോ എന്ന് നിങ്ങൾ അതിന് മുന്നേ പോയിട്ട് പറയലാണ്. അതാണ് ഏറ്റവും വലിയ ഷഹാദത്ത്. അതിനാണ് വലിയ പ്രതിഫലം. നേരെ മറ്റ് സംഭവിക്കും. ചോദിച്ചിട്ടുണ്ടാവില്ല, അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല എന്നൊക്കെ നമ്മൾ കള്ളസാക്ഷി അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം. സൂക്ഷിക്കാൻ തോന്നിക്കട്ടെ. ഒരു ഹദീസ് കൊണ്ട് നിർത്തുകയാണ്. അബൂദർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൂന്നാളോട് നാളെ ഖിയാമത്താണ് നമ്മൾ സംസാരിക്കുന്നത്. ലായിക്കല്ലേക്കും ഒന്ന് ഒരിക്കലും ഒരു സംസാരിക്കുക പോലുമില്ല. വല യൻദുറുഇലൈഹിം, അവരെ അല്ലാഹു നോക്കുക പോലുമില്ല. വല യുസക്കീഹിം, അവർക്ക് അല്ലാഹു ഒരു പരിശുദ്ധിയാണ് ആഖിറത്തിൽ. വലഹും അദാബുൻ അലീം, അവർക്ക് ഏറ്റവും വേദനാജനകമായ ശിക്ഷയാണ് ആഖിറത്തിൽ. വളരെ പ്രധാനപ്പെട്ട ഹദീസാണ്. ഈ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മൂന്നാളുകൾ. ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ പറഞ്ഞു, വലഹും അദാബുൻ വല യുസക്കീഹിം വലഹും അദാബുൻ അലീം എന്നുള്ള ആയത്തുമായി ബന്ധപ്പെട്ട വിഷയം നബി തങ്ങൾ ഓതിക്കേൽപ്പിച്ചു. പ്രകാര ആ മൂന്നാളുകൾ. അപ്പൊ അബൂദർ റളിയല്ലാഹു അൻഹു പറയാണ്, അബൂദറാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. അബൂദർ പറയാണ്, ഈ മൂന്ന് കൂട്ടർ ലളിതങ്ങളെ അങ്ങനെയാണെങ്കിൽ മൂന്ന് കൂട്ടം ആളുകൾ വല്ലാത്ത നാശത്തിലും നഷ്ടത്തിലും ആയിരിക്കുമല്ലോ. അതെ, നാശത്തിലും നഷ്ടത്തിലുമാണ് അവർ. അപ്പൊ മൻഹും യാ റസൂലുള്ളാഹ്, മൂന്ന് കൂട്ടം ആളുകൾ ആരാണ്? അതിൽ ഒന്നാമത്തെ മുദബ്ബിർ ഇസാറഹു, നെരിയാണിക്ക് താഴെ വസ്ത്രം ഉപയോഗിക്കുന്ന ആൾക്കാർ. നെരിയാണിക്ക് താഴെ ഇന്ന് ചുമ്മാ കറങ്ങണമെന്ന് നോക്കിയോ, നെരിയാണിക്ക് താഴേക്ക് മുറിച്ചാണ്. വേറെ വഴിയില്ല. ഇതിനൊന്നും മാറ്റാൻ കഴിയില്ല, ഒന്നും ചെയ്യാൻ കഴിയില്ല. നിങ്ങളോട് എനിക്ക് നിൽക്കാൻ പറ്റില്ല, എനിക്ക് ദിവസത്തിനും പറ്റത്തിനും മാറ്റി വരയ്ക്കാനൊന്നും പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ അവരിടുന്നുണ്ട്, ഇവരിടുന്നുണ്ട്, ഉസ്താദിച്ചിട്ടുണ്ടോ, ഒന്നും ഇവിടെ വിഷയമില്ല. ഇത് നാളെ അള്ളാഹു മാത്രം സംസാരിക്കുകയില്ല. അറിയാതായി പോയ പ്രശ്നമില്ല, അറിയാതായി പോകുന്നല്ല. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒരു പ്രശ്നം അറിയാതെ നെരിയാണിക്ക് താഴെ ഏൽപ്പിക്കും. ഇവരിനോട് പറഞ്ഞു, എന്തെങ്കിലും എത്ര സെറ്റാക്കിയിട്ട് പിന്നെ തവണ പോകുന്നു, അത് കുഴപ്പമില്ല, കരുതി കൂട്ടിട്ട് നെരിയാണിക്ക് താഴെ വസ്ത്രം ഒത്തിരി ഉപയോഗിക്കരുത്. വൽ മന്നാനു, അതേപോലെ എന്ത് ചെയ്യുന്നു, അൽ മന്നാനു, പിന്നെ എടുത്തു പറയുന്ന ആളുകൾ. എടുത്തു പറഞ്ഞാൽ അത് ഞാൻ ഈ ഒരു കാര്യം ചെയ്യും, അല്ല എനിക്കൊക്കെ മാപ്പാക്കി തരാം. ഇതൊക്കെ ഞാനൊക്കെ പറഞ്ഞു എന്നതാണ്. നമ്മൾ പറഞ്ഞു, ഞാനൊരാൾക്ക് ഒരു ആടിന് ഒരു ചെറിയൊരു ഉപകാരം ചെയ്തു, ഉപകാരം ചെയ്ത് ഇങ്ങനെ ഒരു പത്തെങ്കിലും ഉപകാരം ചെയ്യണം. അപ്പൊ അദ്ദേഹം അള്ളാഹുവിന് നല്ല പ്രതിഫലം കൊടുക്കട്ടെ, അള്ളാഹുവിന് ദീർഘായുസ്സ് കൊടുക്കട്ടെ, ആഫിയത്ത് കൊടുക്കട്ടെ. അദ്ദേഹം എന്നെ ഓർമ്മിപ്പിച്ചു, നിങ്ങളിത് ആരോടും പറയരുത്. അപ്പൊ ഞാൻ ആലോചിച്ചു, ഭയങ്കര ഒരു വാക്കാണ് അയാൾ എന്നോട് പറഞ്ഞത്. നമ്മൾ ഓരോ ഉപകാരം ചെയ്യും, അത് എടുത്തു പറയും, ഓനെന്നോട് നന്ദിയില്ലാത്ത ഓർമ്മ നടക്കുന്നു. ഞാൻ അള്ളാഹ്ക്ക് ഇഷ്ടമല്ല പറയും. അള്ളാഹു അവരോട് സംസാരിക്കരുത്. അള്ളാഹു എന്നെ നിങ്ങളെല്ലാവരെയും നിന്ന് കാണട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല. മൂന്നാമത്തെ ആള് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു കൂട്ടം ആളുകളാണ്, അവർ കച്ചവടക്കാരാണ്. പക്ഷെ അവരുടെ കച്ചവട ചരക്കുകൾ, അല്ലെങ്കിൽ കച്ചവട സ്വത്തുക്കൾ, സ്ഥലം വിൽക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ സാധനങ്ങൾ വിൽക്കുന്ന ആളുകൾ, കച്ചവട സംബന്ധമായ കാര്യങ്ങളൊക്കെ ചെലവാകാൻ വേണ്ടിയിട്ട് കള്ള സത്യം ചെയ്യുന്ന ആളുകൾ, കൗലുസൂർ ഉപയോഗിക്കുന്ന ആളുകൾ, കച്ചവടത്തിന് വേണ്ടി കൗലുസൂർ ഉപയോഗിക്കുന്ന ആളുകൾ. ഇവർ മൂന്നാളുകളും ലായിക്കല്യമോ. അള്ളാഹു നമ്മുടെ ഈ മൂന്ന് വിഭാഗത്തിലുള്ള ഉൾപ്പെടുത്താതിരിക്കട്ടെ. എല്ലാ കാര്യങ്ങളും സൂക്ഷ്മതയോട് കൈകാര്യം ചെയ്യാനുള്ള മുഖ്യങ്ങളും മുഖലിശങ്ങളും അള്ളാഹു നമ്മളെല്ലാവരും പ്രവാസത്താവാണ്.
إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد يا أيها الناس أوصيكم بتقوى الله فإن التقوى ملاك الحسنات وقال عز اسمه في محكم التنزيل أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فاجتنبوا الرجس من الأوصال واجتنبوا قول الزور يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين أما بعد فيا أيها الناس أوصيكم بتقوى الله فإن التقوى تدخلون إلى الجنة وقد قال الله تعالى في كلامه العزيز أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما اللهم صل على محمد سيد العالمين وسيد القولين ومحبوب رب المشرقين والمغربين وصل على جميع الأنبياء والمرسلين خصوصا الخلفاء الراشدين أمير المؤمنين أبو بكر الصديق وعمر بن الخطاب وعثمان بن عفان وعلي المرتضى رضي الله عنهم وعن الحسن والحسين والحمزة والعباس وبقية الصحابة المؤمنين أجمعين اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء والأموات إنك مجيب الدعوات يا قاضي الحاجات طيب الصراحة وجعل الجنة مأواهم اللهم أعز الإسلام والمسلمين اللهم أعزنا ولا تضلنا يا ذا الجلال والإكرام اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار وأدخلنا الجنة مع الأبرار اللهم رب ارحمهما كما ربياني صغيرا ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون ولذكر الله أكبر والله يعلم ما تصنعون